പീസ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെ കോഴിക്കോട്ടെ ആസ്ഥാനത്ത് ജീവനക്കാരനായി 2015-ലാണ് റാഷിദ് എത്തുന്നത്. ഫൗണ്ടേഷന് കീഴിൽ 13 സ്കൂളുകളുണ്ട്. ഈ സ്കൂളുകളിലേക്കുള്ള സാധന സാമഗ്രികൾ വാങ്ങുന്ന ജോലിയായിരുന്നു റാഷിദ് ചെയ്തിരുന്നത്. ഉപരിപഠനത്തിനായി ശ്രീലങ്കയിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞാണ് ജോലി അവസാനിപ്പിച്ചതെന്ന് പീസ് സ്കൂൾ അധികൃതർ പറഞ്ഞു. അതിന് പേഴ്സണലായിട്ടൊന്നും ഞങ്ങളൊരായിട്ട് ബന്ധമില്ല. പക്ഷേ ഞങ്ങളായിട്ട് പിന്നെ പേഴ്സണലായിട്ട് ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ തരുന്ന റിക്വയർമെൻറ്റിൻ്റെ ഒക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ചെയ്യാന്നല്ലാണ്ട് അവരായിട്ടുള്ള വേറെ കണക്ഷൻസ് ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ അടുത്തൊരു മെയിൽ വന്നു, ഞങ്ങളിങ്ങനെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി പോവുകയാണ്, ഇവിടെ ശ്രീലങ്കയിലട്ടും പോവുകയാണ്, അതുകൊണ്ട് ഇനി കമ്മ്യൂണിക്കേഷന് വേറെ ആളെ അപ്പോയിൻറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയതാണ് ലാസ്റ്റ്. സൗമ്യനും ശാന്തനുമായിരുന്നു റാഷിദെന്നും ഇയാൾ IS-ൽ ചേർന്നു എന്ന വാർത്ത വിശ്വസിക്കാനാവുന്നില്ല എന്നും അക്ബർ ചെറിയക്കാട്ട് പറഞ്ഞു. ഇന്നലെയാണ് അറിയുന്നത്, ന്യൂസിൽ വന്നപ്പോൾ ആണ് ഇങ്ങനെ അറിയുന്നത്. എന്താ സത്യാവസ്ഥ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരു ഇതാണ്. അതിനൊക്കെ എതിരുള്ള ആളാണ്, അങ്ങനത്തെ ഇതിനൊക്കെ ഒരു എതിരായിട്ട് പറയുന്ന ആളാണ്. തൃക്കരിപ്പൂർ ഉടുമ്പന്തല സ്വദേശിയായ അബ്ദുൾ റാഷിദാണ് കാസർഗോഡ് നിന്നും കാണാതായവരെ വിദേശത്തേക്ക് കൊണ്ടുപോയതെന്നാണ് ആരോപണം. മീഡിയ 1 കോഴിക്കോട്.